ഞാൻ രാജസ്ഥാനിലെ മൗണ്ട് ആബുവിൽ പിന്നെ ഒരു പ്രജാപതി ബ്രഹ്മകുമാരി എന്ന് പറയുന്ന അവർ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു ഡോക്ടർ സതീഷ് ഗുപ്ത ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഡോക്ടർ സതീഷ് ഗുപ്ത നിയമസഭയിൽ ഒക്കെ വന്ന് ക്ലാസ്സൊക്കെ എടുത്തിരുന്ന ഒരാളാണ്. ഒരിക്കൽ മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സതീഷ് ഗുപ്തയുടെ അടുത്ത് പിന്നെ ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, റിട്രീറ്റ് സെൻറ്റർ ഉണ്ട് അവിടെ മൗണ്ട് ആബുവിൽ. അവിടെ പോകാൻ തീരുമാനിച്ചു. ഒരു 8-10 ദിവസം അവിടെ പോയി നിന്നാൽ ഒരു ട്രീറ്റ്മെൻറ്റ്, കുറച്ച് ക്ലാസ്സും കുറച്ച് ശരിക്കുള്ള ചികിത്സയും ഒക്കെ അയാൾ കൊടുക്കും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ആ മൗണ്ട് ആബുവിൽ ഒരു 8-10 ദിവസം നിന്നിരുന്നു. ഞാൻ മാത്രമല്ല, വൈഫിനും ചെറിയ ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വൈഫും ഞാനും കൂടിയാണ് പോയത്. അവിടെ ആ 10 days ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടുത്തെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, അന്ന് പിന്നെ അഹമ്മദാബാദ് ചെന്നിട്ട് ആബു റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ കാർ എടുത്തിട്ടൊക്കെ വേണം പോകാൻ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ തന്നപ്പോൾ റൂമിന് ചാവിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ചാവി എന്ന്, ഇവിടെ ദർ ഈസ് നോ തെഫ്റ്റ്, ഇവിടെ മോഷണമില്ല, മോഷ്ടിക്കുന്ന ഒരു സംഭവം ഈ പ്രദേശത്തൊന്നുമില്ല, ഈ കോമ്പൗണ്ടിലൊന്നുമില്ല, അതുകൊണ്ട് ചാവി ആവശ്യമില്ലായിരുന്നു. അതിൽ ലോക്ക് ചെയ്യാതെയാണ് എല്ലാവരും ഇറങ്ങി പോകാൻ വരികയൊക്കെ ചെയ്ത്. അപ്പോൾ അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യും, അതിനുള്ള മെഡിസിൻസൊക്കെ തരും. ഹാർട്ട് കംപ്ലൈൻ്റൊക്കെ ഉണ്ടാകും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഹോളിസ്റ്റിക് മെഡിസിനാണ്. അപ്പോൾ അതിന് കുറച്ച് ക്ലാസ്സസൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പല ക്ലാസ്സുകളൊക്കെ എടുത്ത് ഏതായാലും ആ 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു തലവൻ, അതിൻ്റെ ഒരു മേധാവി എപ്പോഴും സ്ത്രീകളായിരിക്കും. ഒരു പ്രകാശ് മണി ദാദി എന്ന് പറയുന്ന ഒരു ദാദിജി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെല്ലാവരും ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണ് അത് അവരുടെ. അവർ 193 രാജ്യങ്ങളിൽ അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്. എന്തായാലും അവിടെ നിന്ന് മടങ്ങിപ്പോരുന്ന ദിവസം അതിന് ഫീസൊന്നുമില്ല, അവിടെ ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർ ചോദിക്കുകയൊന്നുമില്ല. അവരൊരു പെട്ടി ഉണ്ടാവും, നമുക്ക് വെറുതെ വേണമെങ്കിൽ പെട്ടിയിൽ ഇടാം, എന്തെങ്കിലും പൈസ ഇട്ടിട്ട് പോരാം, കൊടുക്കണമെന്നൊന്നുമില്ല. ഈ 10 ദിവസത്തെ നമ്മുടെ ഫുഡും അക്കോമഡേഷനും നമ്മുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും കൂടി ഒരു 50-60 പേര് ഓരോ ഗ്രൂപ്പ് ട്രീറ്റ്മെൻറ്റിലും വരും. അപ്പോൾ ഒരു 50-60 പേരുണ്ടായിരുന്നു, എല്ലാ സ്റ്റേറ്റുകാരും ഉണ്ടായിരുന്നു. ഈ പ്രകാശ് മണി ദാദിജിയെ ലാസ്റ്റിൽ പോരുന്ന ദിവസം എല്ലാവർക്കും ഒരു മുഖം കാണിക്കുമ്പോൾ അവർ ഒരു ആപ്പിളോ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരും, ഒന്ന് നമ്മളെ അനുഗ്രഹിക്കും, നന്നായി വരട്ടെ എന്നൊക്കെ പറയും. ആ ഒറ്റ വാക്കേ അവരുള്ളൂ. അപ്പോൾ അവരൊരു വാക്ക് അഡ്വൈസ് ചെയ്യും ഈ വരുന്ന ആൾക്കാരെ. അവരെന്നോട് അഡ്വൈസ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞു, ഒരു വർഷം ദേഷ്യപ്പെടരുത് പറഞ്ഞു. അപ്പോൾ ഒരു വർഷം അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടില്ല എന്ന് കരുതിയിട്ടാവണം. രണ്ടാമത് പറഞ്ഞു, കം ബോലോ മീഠ ബോലോ ധീരെ ബോലോ, കുറച്ച് സംസാരിക്കുക, സാവധാനം സംസാരിക്കുക, മധുരമായി സംസാരിക്കുക. ഇത് 3 പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പോരുമ്പോൾ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നത്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, കൂടുതൽ സംസാരിച്ച് മാത്രമേ പരിചയമുള്ളൂ. പിന്നെ മധുരമായി സംസാരിക്കുന്ന അങ്ങനെ പല പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും മുദ്രാവാക്യങ്ങളിലൊക്കെ ചിലപ്പോൾ ആക്രോശിച്ചൊക്കെ സംസാരിക്കും, വളരെ ക്ഷുഭിതനായി സംസാരിക്കും. അപ്പം മധുരമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെ? സാവധാനം സംസാരിക്കുക എന്നാണ്. എങ്ങനെയാണ് സാവധാനം സംസാരിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ വരുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന്, ട്രെയിനിലാണ് മടങ്ങുന്നത്. ട്രെയിനിൽ പിന്നെ മടങ്ങിപ്പോരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്ക് ശിഹാബ്ദങ്ങൾ ഓർമ്മയായി. ശിഹാബ്ദങ്ങളും ഹൈദരലി ശിഹാബ്ദങ്ങളും ഇപ്പോഴുള്ള തങ്ങളും ആ തങ്ങന്മാരുടെ ഒരു ക്യാരക്ടറായിട്ട്, അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ എന്ന് പറഞ്ഞ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്, അവരുടെയൊക്കെ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, അവർ പിന്നെ ഇതാണ് കമ്പോലോ, കുറച്ച് സംസാരിക്കുന്നവരാണ്, മധുരമായി സംസാരിക്കുന്നവരാണ്, സാവധാനം സംസാരിക്കുന്നവരാണ്. അങ്ങനെ ചെയ്യണം ഞാനും എന്നാണല്ലോ അവരെന്നോട് അഡ്വൈസ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. എനിക്കത് പ്രായോഗികമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും അത് എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ആ ഒരു കാലത്ത് പിന്നീട് കൊരമ്പയിൽ അഹമ്മദ് ഹാജി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. ഈ അഹമ്മദ് ഹാജിക്ക എന്ന് പറയുന്നത്
ഇതേമാതിരി നല്ല രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ആളാണ്. നന്നായിട്ട് വായിക്കുകയും ഒരുപാട് അനുഭവ സമ്പത്തും ഒക്കെയുള്ള ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ളൊരു നല്ല ധനിക കുടുംബത്തിൽ പണ്ട് കാലത്ത് 16 ബസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു വാപ്പായുടെ ഏക മകനാണ് അദ്ദേഹം. ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഈ യേശുദാസ് ഇങ്ങനെയുള്ള ആളുകൾ, കലാ സാംസ്കാരിക ഇതിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന, അതേസമയം വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയത്ത് പള്ളിയിലും പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് അധികാരവും അവകാശമൊക്കെ ഉണ്ടായത് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ. ആത്മീയ കാര്യങ്ങളും അറിയാം, ഭൗതിക കാര്യങ്ങളും അറിയാം, കലയും സംസ്കാരവും എല്ലാം ബഹുമാനിക്കുന്ന ആളായിരുന്നു അഹമ്മദ് ഹാജി. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കും. അദ്ദേഹം പാർട്ടി പാസ്സാക്കേണ്ട പ്രമേയങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, പാർട്ടി കാര്യങ്ങളെക്കുറിച്ച്, പൊതുവേ കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന ഇതൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിലപ്പോൾ ഉണ്ടാവും, പിന്നെ മജീദ് ഉണ്ടാവും, MI തങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു അത്യാവശ്യം ഒരു ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങളൊക്കെ വിളിക്കും, അദ്ദേഹം വിളിക്കും, ഞാനും പോവും. വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം അദ്ദേഹം ഈ രാഷ്ട്രീയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതാണ് അനൗപചാരികമായിട്ട്. അദ്ദേഹത്തിൻ്റെ ധാരണകളും നമ്മളെ ധാരണകളൊക്കെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് ഒരു കൺസെൻസസിലെത്താൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം കൊരമ്പയിൽ അഹമ്മദ് ഹാജിയുടെ വസതിയിലിരുന്നു. അദ്ദേഹം വലിയ സൽക്കാരപ്രിയനാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ അഹമ്മദ് ഹാജിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നത് മുതൽ ഓരോ സംഗതികൾ വന്നുകൊണ്ടിരിക്കും. നെല്ലിക്കയും തേനും ഒക്കെ ചേർത്ത് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തേനും നെല്ലിക്കയും കൂടി ചേർത്തിട്ടുള്ള ഒരു സാധനം, അതിൻ്റെ ജ്യൂസ്, അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അത് തരും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പലഹാരങ്ങൾ, അദ്ദേഹത്തിന് ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പല പലഹാരങ്ങൾ, ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കും. അദ്ദേഹമാണെങ്കിൽ എല്ലാം ടൈം എടുത്ത് ആസ്വദിച്ച് കഴിക്കുക, ആസ്വദിച്ച് കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ചിട്ടയും ക്രമവും ലൈഫിലുള്ള ഭയങ്കര ശ്രദ്ധാലുവായിട്ട് ഓൾവേസ് അങ്ങനത്തെ ഒരാളാണ്. അത്രയും ചിട്ടയോട് കൂടി ജീവിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല, ഞങ്ങൾക്കാർക്കും പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലായപ്പോഴും എത്രയും തിരക്കുണ്ടാകുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ ഞങ്ങൾ കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ആ സമയത്ത് ബാബരി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ടു, അതിൽ കരസേവകർ കയറി ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിത്രങ്ങൾ TV-യിൽ ഇങ്ങനെ വരികയാണ്. അത് അദ്ദേഹവും ഞങ്ങളും ഇരുന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ ആരും പരസ്പരം തമ്മിലൊന്നും സംസാരിക്കാതായി. ഇത് എന്താണ് ഇപ്പോൾ ഈ നടക്കുന്നത്, എന്താണ് ഇതൊന്നും തടയാനെന്തേ സാധിക്കാതിരുന്നത്, നരസിംഹറാവു പറഞ്ഞ വാക്കെന്തേ അദ്ദേഹത്തിന് പാലിക്കാൻ സാധിക്കാതെ പോയത്, UP-യിലെ ഗവൺമെൻറ് എന്താ നോക്കി നിൽക്കുന്ന സ്ഥിതി വന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസായി, വിഷമങ്ങളായി. ഇങ്ങനെ അതിനെതിരായിട്ടുള്ള ഭീഷണിയൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഡിമോളിഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെന്ത് ചെയ്യണം, പാർട്ടി എന്നുള്ള നിലക്ക് എന്ത് പറയണം? ജനങ്ങൾ ചിലപ്പോൾ ഇളകും, കുഴപ്പങ്ങളുണ്ടാക്കും, ലഹളകൾ വരാനുള്ള സാധ്യതയുണ്ട്, വർഗീയ കലാപങ്ങൾ കത്തിപ്പടരാനുള്ള സാധ്യതയുണ്ട്, രാജ്യത്താകെ കലാപങ്ങൾ ഭീതിജനകമായ വിധം വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ പാർട്ടി എന്ത് നിലപാടെടുക്കണം എന്ന ഒരു വിഷയം എല്ലാവരുടെ മനസ്സിലും വന്നു. നമുക്ക് ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കുഴപ്പങ്ങൾ തുടങ്ങും, ഹർത്താൽ, ബന്ദ്, ആക്രമണമൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ. ഒക്കെ സ്വയംഭൂ സ്പോണ്ടേനിയസ് ആയിട്ട് വരും, ആരും ആഹ്വാനം ചെയ്യാതെ ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഉടനെ തീരുമാനിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി അടിയന്തരമായിട്ട് പാണക്കാട്ടേക്ക് പോകാം. തങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യിച്ചിട്ടല്ലാണ്ട് പറ്റില്ലല്ലോ, തങ്ങളോട് ചോദിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാണക്കാട് പോയി ശിഹാബ് തങ്ങളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇത് കണ്ട് വളരെ മ്ലാനവദനനായിട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ തങ്ങൾ തന്നെ ഒരു പരിഹാരം പറഞ്ഞു. ഒരു ആത്മസംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തങ്ങൾക്ക് അങ്ങനെ തോന്നിയ പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയില്ലല്ലോ, അതാണ് കറക്റ്റ്. ആരെങ്കിലുമൊക്കെ വിവരമില്ലാത്ത സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനോ കലാപം നടത്താനോ പ്രതിഷേധിക്കാനോ ഒക്കെ പറഞ്ഞാൽ
അതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞില്ലെങ്കിൽ തന്നെ ആൾക്കാർ ചെയ്യാനിടയുണ്ട്. അപ്പോൾ അത് തടയണ്ടേ. അപ്പോൾ ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്തതാണ് എല്ലാ ജാതി മതസ്ഥരും തമ്മിലുള്ള ഈ ബന്ധം. ഈ കേരളത്തിലുള്ള UDF ഒരുപാട് വർഷങ്ങളായി വാഫുഗീതങ്ങൾ, പഴയ ആളുകൾ, നേതാക്കന്മാർ എല്ലാവരും തമ്മിലുള്ള ബന്ധം എത്രയോ വർഷങ്ങളായിട്ടുള്ള ഈ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഐക്യവും ബന്ധമൊക്കെ സൗഹാർദ്ദം. ആ സൗഹാർദ്ദം ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല എന്ന് വളരെ നിർബന്ധപൂർവ്വം തങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചു. അങ്ങനെയാണ് തങ്ങൾ പൂർണ്ണമായും ആത്മസംയമനം പാലിക്കണം, ഒരു കുട്ടി അനങ്ങാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള ഒരു കൽപ്പന മുസ്ലിം ലീഗിൻ്റെ പേരിൽ കൊടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നത്. വലിയ ശക്തമായി പ്രതിഷേധിക്കാൻ തയ്യാറായി നടന്നവരൊക്കെ പിന്നോട്ട് കാലെടുത്ത് വെച്ച് മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി ആയതുകൊണ്ട് ആ ജില്ലയിൽ അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മുസ്ലിം ലീഗിനെ തന്നെ നിർത്തി. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം പേർ കേരളത്തിൽ നിന്ന് ജോലിക്ക് പോയിട്ടുണ്ടെന്നുള്ള വിഷയം സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയുന്നതാണ്. ലക്ഷോപലക്ഷം ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കകാലത്ത് ജനങ്ങൾ അനുഭവിച്ചിരുന്ന, ജോലി കിട്ടാൻ വേണ്ടി ആളുകൾ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ ഇന്നുള്ള പുതിയ തലമുറക്കൊന്നും ശരിക്ക് ഓർമ്മയുണ്ടാവില്ല. അന്ന് ഒരു ഘട്ടത്തിൽ എല്ലാവരും വിസ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ വിസ ലഭ്യമാണ്. ഡ്രൈവർ വിസ, ഹോട്ടൽ വിസ, ഷോപ്പ് കീപ്പർ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് വിസ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് ധാരാളം ഏജൻറ്റുമാർ രംഗത്തിറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. ആ ഏജൻറ്റുമാർക്ക് പലർക്കും ഒരു വിസ വാങ്ങിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്തവരുണ്ടായിരുന്നു. എങ്ങനെയാണത് കിട്ടുക എന്നുള്ള ഫോർമാലിറ്റീസ് പോലും ഒന്നും അറിയാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു ലോകപരിചയവും ഇല്ലാത്ത ചില സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ആ ഏജൻസികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നല്ല ഏജൻറ്റുമാരും ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നത്. അക്കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ ബന്ധുക്കളും മിത്രാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരിക്കൽ എൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി വിസ കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് നാട്ടിൽ തന്നെയുള്ള ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾ എന്തോ ലിബിയൻ വിസ അങ്ങനെ എന്തോണ് അന്ന് പറഞ്ഞത്. ഗൾഫ് മറ്റ് രാജ്യങ്ങളൊന്നും അല്ല അറിയുന്നത്, ഇന്ന് അറിയപ്പെടുന്ന രാജ്യങ്ങളൊന്നും അല്ല പറഞ്ഞു. അവിടെ ഇഷ്ടം പോലെ വിസ കിട്ടാനുണ്ട്, അതുകൊണ്ട് ഇത്ര രൂപ എന്നാൽ ചെറിയ പൈസയൊക്കെ ഉള്ളൂ. അന്നത്തെ പൈസ എന്ന് പറഞ്ഞാൽ 11,000 രൂപ, ഒരു 15,000 രൂപയൊക്കെ ചോദിക്കുന്ന കാലമാണ്. അത്രയും കാശ് തന്നാൽ ഇപ്പോൾ വിസ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൊണ്ട് ഒരു ഏജൻറ്റ്, ഇവിടുന്ന് ഒരു ഏജൻറ്റ് കൊണ്ടുപോയിട്ട് നാട്ടിലൊരു ലോക്കൽ ഏജൻറ്റ്, പിന്നെ കോഴിക്കോട്ട് അതിൻ്റെ മേലൊരു ഏജൻറ്റ്, അത് കഴിഞ്ഞ് ബോംബെയിലൊരു ഏജൻറ്റ്, അങ്ങനെ വഴി പല ഏജൻറ്റുമാർ വഴിയാണെന്ന് പറഞ്ഞ് ഇവർ കുറേ കാലം ബോംബെയിൽ പോയി താമസിച്ചു. ബോംബെയിൽ വിസയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. കുറേ കാലം ബോംബെയിൽ താമസിച്ചിട്ട് വിസയൊന്നും ശരിയായില്ല, കുറച്ചും കൂടി സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ പോയത് ഡൽഹിയിൽ പോയി താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോയത് കണ്ടപ്പോൾ ഒരു ചെറിയ പരിഭ്രാന്തിയൊക്കെ വീട്ടിലും എല്ലാവർക്കും ഉണ്ടായപ്പോൾ, എല്ലാ വീട്ടുകാർക്കും ഉണ്ടായപ്പോൾ ഞാൻ ഒരു സഹായത്തിന് വേണ്ടി അന്ന് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ പോകുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള 4 പേരുടെ കാര്യം സഹായിക്കാനാണ് ഞാൻ പോയത്. എൻ്റെ ജ്യേഷ്ഠനും വേറെ 3 പേരും. അതിൽ എൻ്റെ നാട്ടുകാരായ വേറെ 2 പേരും കൂടി ഉണ്ടാകും ആ 3 പേരിൽ. അതിൽ അവർക്ക് ബാക്കി ബാലൻസ് കൊടുക്കാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്. ഒരാളുടെ ഒരു DD ആണ് ഉള്ളത്, അയാൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ അന്ന് യാത്ര, ഈ ഡൽഹിക്ക് പോകുന്ന വണ്ടി ഒരു 2-3 ദിവസം എടുക്കും അവിടെ എത്താൻ. പിന്നെ ചാമ്പൽ പ്രദേശത്ത് കൂടിയൊക്കെയാണ് പോവുക, കൊള്ളക്കാരുണ്ടാവും എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങളൊക്കെ നാട്ടിൽ പാട്ടാണ്. പക്ഷേ അതൊക്കെ സത്യമായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊക്കെ പറച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ക്യാഷൊക്കെ കൂടി ഒരു ചെറിയൊരു തുണി കൊണ്ടൊരു കുഴൽ മാതിരി അടിച്ചിട്ട്
അരയിൽ കെട്ടിയിട്ടൊക്കെയാണ് എല്ലാവരും കൊണ്ടുപോകുന്ന സൂത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്തായാലും അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഡൽഹിയിൽ ചെന്നപ്പോൾ ഇവർ ഡൽഹിയിൽ പിന്നെ ഓൾഡ് ജുമാ മസ്ജിദൊക്കെ ഉള്ള സ്ഥലത്ത് ഓൾഡ് ഡൽഹിയിൽ ഒരു റിങ്കു ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കുടിസ് മുറിയിൽ ഇവരെയൊക്കെ ആക്കിയിട്ട് ഏജൻറ്റുമാർ എവിടെയൊക്കെയോ വിസ അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവസാനം അതിൽ ഒരു പ്രധാനപ്പെട്ട ഏജൻറ്റ് മലയാളിയായിട്ടുള്ള ഒരാളെ കിട്ടി. അയാളാണ് ഇതിൻ്റെ ഒരു തലവൻ. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പിന്നെ സിഖുകാരാണ് നമുക്ക് വിസ തരുന്നത് പറഞ്ഞു. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ 11 പേരുടെ വിസക്കാണ് പൈസ കൊടുത്തിട്ടുള്ളത്, അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളിങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, എനിക്ക് അവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ അപ്പോയിൻമെൻറ്റ് വെച്ചു. അപ്പോൾ ഹോട്ടലിൽ ഞാനും ഈ സാധുവായിട്ടുള്ള ഏജൻറ്റും കൂടി ചെന്ന് ഇവരോട് അവർ 2 പേര് വന്നു, 2 സർദാർജിമാർ വന്നു. അവരുടെ ഒരു ആരോഗ്യവും അവരുടെ ഗെറ്റപ്പും അവരുടെ ഒരു കോൺഫിഡൻസും മുഖം നോക്കിയാൽ തന്നെ നമ്മൾ ചമ്മിപ്പോവും. ആ തരത്തിലുള്ള ആൾക്കാരാണ്. അവരും ഈ വിസ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണ്ടായിസൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, 4 പേരുടെ വിസ അടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ ബാക്കി പൈസ ഇന്ന് തന്നെ തരണം എന്നാണ്. അപ്പോൾ ഞാൻ ചെന്ന അങ്ങനെ അവർ 2-3 പാസ്പോർട്ടുകൾ കാണിച്ചു തന്നു. വിസ അടിച്ച ആ പോർഷൻ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് കറക്റ്റാണ്. ആ 2-3 പേരുടെ വിസ അടിച്ച് എനിക്ക് കാണിച്ചു തന്നു. ബാക്കി ഞങ്ങളെ കയ്യിലുണ്ട്, കാശ് വേണമെന്നാണ്. എന്തായാലും അവർക്ക് ഞാൻ ബാക്കി കൊടുക്കാനുള്ള കാശ് കൊടുത്തു. ഒരാളുടെ DD ആണ് കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു DD ഇവിടെ സ്വീകരിക്കില്ല. DD സ്വീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നാളെ ആ ഇത് DD മാറിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് കരോൾ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് നമ്മുടെ SPTയുടെ ഒരു ശാഖ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ. അന്ന് SBI ആയിട്ടില്ല. ആ ശാഖയിൽ ഇത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒരു ഉച്ച സമയം 3 മണിയായി. അപ്പോൾ ആ ബാങ്കിൻ്റെ മാനേജർ പറഞ്ഞു 2 മണി വരെയുള്ളൂ ട്രാൻസാക്ഷൻ, ഈ ക്യാഷ് ഇപ്പോൾ. ഇവർ വളരെ ടെൻഷനിൽ നിൽക്കുകയാണ്. ഉടനെ 3-4 മാസമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഗൾഫ് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അവർ. അപ്പം അവരുടെ തിരക്ക് കൊണ്ടാണ് ഞാനിത്ര പാടുപെട്ട്. അയാൾ മാനേജർ നേരിട്ട് ചെന്ന് കണ്ട്. മാനേജർ പറഞ്ഞു സമയം കഴിഞ്ഞു ട്രാൻസാക്ഷൻ്റെ, എങ്കിലും ഞാൻ ഇത് മാറ്റിത്തരാം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നമായതുകൊണ്ട് മാറ്റിത്തരാം, പക്ഷേ എനിക്ക് ഇയാളെ വെരിഫൈ ചെയ്തിട്ട് ഇയാളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഈ അലി എന്നാണ് അയാളുടെ പേര്. അലിയാണ് അത്, വരിക്കോടൻ അലി എന്ന് പറയുന്ന ആളാണ്. എൻ്റെ ജ്യേഷ്ഠൻ അബൂബക്കറും വേറൊരു ഹമീദും 3 പേരുടെ വിസ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അലിയാണെന്നുള്ളത് നിങ്ങൾ ഒരു ഐഡൻറ്റിറ്റി തരണം, എന്നെങ്കിൽ മാത്രമേ മാറി തരുള്ളൂ. അപ്പോൾ ഞാൻ ഡൽഹിയിൽ ഇപ്പോൾ അന്ന് ആധാർ കാർഡ് സംഭവങ്ങളൊന്നുമില്ല. ഇയാൾ അലിയാണെന്ന് ഇപ്പോൾ എന്ത് ചെയ്യും? പരിചയമുള്ള ഒരാളെ ഒരു എഴുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു അതോറിറ്റി ആയിരിക്കണം എന്നും പറഞ്ഞു. ഉടനെ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്ത് പാർലമെൻറ്റിലേക്ക് പോയി. പാർലമെൻറ്റ് സെഷനിലുള്ള സമയമാണ്. അപ്പോൾ CK ചന്ദ്രപ്പൻ അവിടെ ഉണ്ടായിരുന്നു, MP. ഞാനതിൻ്റെ ഈ അവിടെ പാർലമെൻറ്റിൽ പെർമിഷനൊക്കെ എടുത്ത് കയറിയിട്ട് ഈ വിസിറ്റേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് ഇയാൾക്ക് ഒരു കത്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ കത്ത് കൊടുത്തിട്ട് ചന്ദ്രപ്പൻ വന്നു. ചന്ദ്രപ്പൻ വന്ന് എന്നെ കണ്ടപ്പോൾ എന്താണ് വിത്തൗട്ട് എനി പ്രയർ ഇൻഫർമേഷൻ എങ്ങനെ വന്നു ഖാദർ, വാട്ട് ഹാപ്പൻ ടു യു, എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ചന്ദ്രപ്പൻ രസമായിട്ട് ചിരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ചന്ദ്രപ്പനോട് കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം, എൻ്റെ കൂടെ ഈ വന്ന ആൾ വരിക്കോടൻ അലിയാണെന്ന് ഇപ്പോൾ എഴുതി തരണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അത്ര മതിയോന്ന് ചോദിച്ചു. അത്ര മതിയായിരുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡ് എടുത്തിട്ട് ഇദ്ദേഹം വരിക്കോടൻ അലി എന്ന് പറയുന്ന ആളാണ്, ഇദ്ദേഹം അഡ്രസ്സ് ഇന്നതാണ്, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി സീലടിച്ച് എനിക്ക് അപ്പം തന്നു കയ്യിൽ. ഞാനതും കൊണ്ട് ഞാൻ മടങ്ങി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. ഞാനതും കൊണ്ട് ആ ഓട്ടോറിക്ഷയിൽ മടങ്ങി കരോൾ ബാഗിൽ കൊണ്ടു കൊടുത്തപ്പോൾ ആ മാനേജർ പറഞ്ഞ് ഇത്രയൊക്കെ സ്വാധീനം ഉണ്ടായിട്ടാണോ ഇതുപോലെ ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞു. ഈ കത്ത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അയാൾ കാശൊക്കെ തന്ന് ആ കാശ് കൊണ്ടേ കൊടുത്തു. 11 പേർക്ക് വിസ തരാമെന്ന് പറഞ്ഞ ആ പാർട്ടി
എന്ത് ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം ബോംബെയിൽ പോകണം, ബോംബെയിൽ നിന്നാണ് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളത്, ദമാമിൽ അൽക്കോബാറിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ബോംബെയിലേക്ക് അവിടുന്ന് ഫ്ലൈറ്റിന് പോന്നു. ഫ്ലൈറ്റിന് പോരുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ സർദാർജി വന്നിട്ട് 11 പേരുണ്ട് അവിടെ വെയിറ്റ് ചെയ്യണു ഈ യാത്ര ചെയ്യാൻ വേണ്ടി. എൻ്റെ സഹോദരനുൾപ്പെടെ 11 പേരോട് പണം വാങ്ങിച്ചിട്ട് 4 പേര്, എൻ്റെ സഹോദരൻ അബൂബക്കറും ഈ അലിയൊക്കെ ഉൾപ്പെടെ 4 പേരുടെ ഞാൻ കണ്ട വിസ എനിക്ക് കാണിച്ചു തന്നത് സത്യമായിരുന്നു. ആ വിസയ്ക്കുള്ള 4 പേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിച്ചു തന്നു. അപ്പോൾ ബാക്കി 7 പേരും പോകാൻ തയ്യാറായി ബാഗൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. ഇവരെ പിന്നീട് അയക്കാമെന്ന് പറഞ്ഞു. അവർ ഇന്ന് വരെ പോയിട്ടില്ല എന്നും ഡൽഹിയിൽ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരികയാണുണ്ടായതെന്ന് എനിക്കറിയാം. അവരിപ്പോഴും നാട്ടിലുണ്ട്. അപ്പോൾ ഈ 4 പേര് ബോംബെയിൽ ചെന്നപ്പോൾ ഇവർ തരുന്നത് എന്താ വെച്ചാൽ ഈ പാസ്പോർട്ടും വിസ അടിച്ച പാസ്പോർട്ടും ഒരു തുണ്ട് കടലാസുമാണ്. ബോംബെയിലേക്ക് അങ്ങോട്ട് വിടുകയാണ്. എന്താ ഏതാതൊന്നുമില്ല. അവിടെ ഇവർ എഴുതി തന്നിട്ടുണ്ട് ദാമോദർ ബൾക്കാരിയസ് ലിമിറ്റഡ്, നരിമാൻ പോയിൻ്റ്, ബോംബെന്ന്. ആ ഒരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം അന്ന് ബോംബെയിൽ ചെന്നിറങ്ങി. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്ലി വേറെ രസമുണ്ടായി. ബോംബെയിൽ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ 5 പേര് 6 പേര് ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ. ഞാനുണ്ട്, വേറൊരു സഹായി ഉണ്ട്. അങ്ങനെ 6 പേരുണ്ട്. ബോംബെയിൽ ചെറിയ ഫിയറ്റ് മോഡൽ ടാക്സികളാണ് അന്ന് ഓടുന്നത്. 4 പേരെ ഒരു ടാക്സി കയറ്റുള്ളൂ. താമസം അന്വേഷിച്ച് പോവുകയാണ് വേറൊരു സ്ഥലത്ത്. ഏതൊരു ഉഷ മേനോൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു വണ്ടിയിൽ പിന്നെ ഞാനും ജ്യേഷ്ഠനും എല്ലാം കൂടി 4 പേര് കയറി. മറ്റേ വണ്ടിയിൽ വേറെ 4 പേര് കയറി. അവസാനം അവർ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നില്ല. ഞങ്ങൾ എത്തിച്ചേർന്ന് മുറിയൊക്കെ എടുത്ത് അവിടെ താമസിച്ചിട്ട് പുലരുന്നത് വരെ ഉറക്കമില്ലാത്തൊരു സ്ഥിതി. കാരണം ഇവർ വരുന്നത് കാണാനില്ല. അപ്പോൾ 4 പേര് ഒരുമിച്ച് 2 ടാക്സിയിൽ വന്നിട്ട് മറ്റുള്ളവർ മിസ്സായി എന്നുള്ള ഭയങ്കരമായ ഭയപ്പാട് തോന്നി. അങ്ങനെ രാവിലെ വരെ കാത്തിരുന്ന് രാവിലെ കഴിഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ അവർക്ക് വഴി തെറ്റിയിട്ട് വേറെ ഏതൊരു സ്ഥലത്ത് പോയി മുറിയെടുത്തതാണ് പറഞ്ഞു. എന്നാലും ഭയങ്കര കഷ്ടപ്പാടായി, വിഷമിച്ചു, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞു. അവസാനം അന്ന് ദാമോദർ ബൾക്കാരിയസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവരൊന്നും കൊണ്ടുപോകാതെ ഞാനും എൻ്റെ ഒരു സഹോദരിയുടെ പുത്രൻ ബോംബെയിലുണ്ടായിരുന്നു, മുഹമ്മദ് അലി എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി, അയാൾക്ക് അവിടെ പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ അയാളെ കൂട്ടിയത്. ദാമോദർ ബൾക്കാരിയസ് ലിമിറ്റഡ് നരിമാൻ പോയിൻ്റ് അന്വേഷിച്ച് പോയി. അവിടെ ജോളി മേക്കർ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ ഈ ഓഫീസുണ്ട്. കറക്റ്റാണ് അപ്പോൾ പറഞ്ഞതൊക്കെ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഈ തുണ്ട് കാണിച്ചു കൊടുത്ത് ഇന്നാരുണ്ടോ ഈ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ വൈ ഡു യു ഗോ ടു ഡൽഹി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരോട് പോയി വിസൻ്റെ കച്ചവടമൊന്നും പറയാൻ പാടുണ്ടോ ഇല്ലയെന്നൊന്നും അറിഞ്ഞോളില്ല. ഈ കമ്പനിയാണ് റിക്രൂട്ട് ചെയ്യണത് ഇവർ. അവസാനം അതൊന്നും അവരോട് ഞാൻ പറയാൻ പോയില്ല. ഇങ്ങനെ വിസ ഇത് അന്വേഷിച്ച്, വിസ ഇവിടെയാണല്ലോ, വൈ ഡു യു ഗോ ദേർ എന്നൊക്കെ ചോദിച്ചാൽ അവർ പിന്നെയും സംശയം പ്രകടിപ്പിച്ചു. അവസാനം പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള പോകേണ്ട കുറേ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇന്നലെ പോയി, നിങ്ങൾ വരാത്തതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെ പോവാം, അതിനുള്ള സൗകര്യപ്പെടുത്തുക, പക്ഷേ യു ഹാവ് ടു ഗെറ്റ് ദി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കലി ഫിറ്റാണെന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ കൊണ്ടൊക്കെ ഈ ഏജൻറ്റുമാർ നാട്ടിൽ നിന്ന് മെഡിക്കൽ ഫിറ്റ്നസ്സിനൊക്കെ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ കൈ കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ കമ്പനി പറഞ്ഞു, നോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അവർ ഓൺ ഡോക്ടറുണ്ട് ഞങ്ങളെ കമ്പനിയുടെ, അവരുടെ സർട്ടിഫിക്കറ്റ് വേണം, ഇത് പറ്റില്ലായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ ആരാണെന്ന് അന്വേഷിച്ച്. അപ്പോൾ ഇയാളൊരു അഡ്രസ്സ് തന്നു. അവിടുന്ന് ബംഗാൾ ലാംസ് എന്ന് പറഞ്ഞ, ബംഗാൾ ലാംസിൻ്റെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ്, അവിടെയാണ് ആ ഡോക്ടർ ഉള്ളത്, അന്വേഷിച്ച് പോയാൽ മതി പറഞ്ഞു. ആ ഒരു ഡോക്ടറെ പേരും തന്നു. അവിടെ അന്വേഷിച്ച് പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ബംഗാളിയാണ്. ബംഗാൾ ലാംസിൻ്റെ അടുത്താണെങ്കിലും ഒരു ബംഗാളിയാണ്, ഒരു നല്ല മനുഷ്യൻ. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരുപാട് ചതിയന്മാരായ ഏജൻറ്റുമാരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ സഹിച്ച് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു നല്ല മനുഷ്യനാണ് ആ ഡോക്ടർ എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡോക്ടർ പറഞ്ഞു, ഇവർക്ക് നാളെ പോകേണ്ടതാണ് സാർ, അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉടനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 4 days കഴിയും, പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ചെയ്തു തരാം, നിങ്ങളൊക്കെ ഫിറ്റാണെന്ന് ഞാൻ കമ്പനിയിൽ വിളിച്ച് പറയാം, സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഞാൻ എത്തിച്ചു കൊടുത്തോളാം 4 ദിവസം കഴിഞ്ഞിട്ട്
ഇവരങ്ങനെ പോയിക്കോട്ടെ, ഇവരുടെ ജോലി മുടങ്ങണ്ട എന്ന് സ്നേഹത്തോടു കൂടി അയാൾ പറയാണ്. ഒന്നും അറിയാത്ത മലപ്പുറത്ത് നിന്നുള്ള ഒട്ടും പരിചയമില്ലാത്ത രണ്ടുപേര് എന്നിട്ടൊരു മനുഷ്യൻ, ഒരു ഡോക്ടർ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അയാൾ ആയിരക്കണക്കിന് രൂപ ചോദിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കാറിൽ എൻ്റെ ബാക്കിയുള്ള ഈ യാത്ര ചെയ്യേണ്ടവരും കൂടി അവിടെ വരുത്തിച്ചിട്ട് അവരോട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. ഈ ഡോക്ടർ അവരെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ എന്നോട് പറഞ്ഞു. സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. ഐ വിൽ കോൾ ദി മാനേജർ ഇൻ ദ ഓഫീസ് ആൻഡ് ഐ വിൽ ടെൽ ദാറ്റ് ദേ ആർ ഫിറ്റ്. അവർ ഫിറ്റാണെന്ന് ഞാൻ പറഞ്ഞോളാം എന്നാണ്. അത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ അതുവരെ ഈ വിഷയത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇയാൾ ചെയ്ത സഹായത്തിന് എന്തെങ്കിലും അയാൾക്കൊരു പ്രതിഫലം കൊടുക്കണ്ടേ, ഒരു ഡോക്ടറല്ലേ, അപ്പോൾ ഒരു ഫീസ് കൊടുക്കണ്ടേ വിചാരിച്ച് ഞാനൊരു 2000 രൂപ, അന്ന് അത്യാവശ്യം വലിയ സംഖ്യയാണ്, അയാൾ കൈ കൊടുത്തപ്പോൾ അയാൾ വാട്ട് ആർ യു ഡൂയിങ്, ഐ വിൽ നോട്ട് ആക്സെപ്റ്റ്, ഐ ആം പെയ്ഡ് ബൈ ദ കമ്പനി പറഞ്ഞു. അങ്ങനെ അത്രയും നല്ല മനുഷ്യരും നാട്ടിലുണ്ട്. അദ്ദേഹം ആ പൈസ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇവർ അതേപോലെ കമ്പനിയിൽ ചെന്നു. അവർ പിറ്റേ ദിവസം നിശ്ചയിച്ചുറച്ചതുപോലെ തന്നെ ദമ്മാമിലേക്ക് പോയി ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തു. ഒരു ദേശാഭിമാനി പത്രവും ഒരു ചന്ദ്രിക പത്രമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹമാണ് രാവിലെ എനിക്ക് പത്രം കൊണ്ടുതരാം. അപ്പോൾ ദേശാഭിമാനിയിലും ചന്ദ്രികയിലും ഒരേ ലേഖനം, KN ഖാദർ എന്നാണ് ലേഖനം. എൻ്റെ ലേഖനം 2 പത്രത്തിലും അടിച്ചു വന്നിരിക്കുന്നു.